ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പച്ചരി 5 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചരി മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചോറാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മഞ്ഞക്കുറുവയുടെ ചോറാണ് ചേർക്കുന്നത്. ചോറ് കൂടി പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ചോറ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 4 ഏലയ്ക്ക തൊലി കളഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 ഗ്ലാസ് ശർക്കരപ്പാനിയാണ്. ഞാനിത് 2.5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു ഇളം ചൂടോടെയാണ് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് ആവശ്യമുള്ളതാണ്. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ബാറ്റർ കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തിക്നെസ് വേണ്ട. ഇനി ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയം ഇതിലോട്ട് കുറച്ച് ഒരു 1 ടേബിൾ സ്പൂൺ എള്ള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സാക്കിയെടുക്കുവാണ്. ഇപ്പോൾ ഇതാ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരാൻ തുടങ്ങും. ഇങ്ങനെ നെയ്യപ്പം പൊങ്ങി വരാൻ തുടങ്ങിയ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നെയ്യപ്പം റെഡി. നോക്കി ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ട ഒട്ടും എണ്ണമായ ഒന്നുമില്ല. ഇതിൻ്റെ അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞതും ഉള്ളൊക്കെ നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മളിതിലോട്ട് ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം ഇരുന്നാലും ഹാർഡായി പോകത്തേ ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി നെയ്യപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.